സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര ബജറ്റിൽ സഹായം പ്രതീക്ഷിക്കുകയാണ് കേരളം. 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജിനൊപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിലും കൂടുതൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദീർഘകാല ആവശ്യമായ എയിംസും കണ്ണൂരിൽ ആയുർവേദ ഗവേഷണ സ്ഥാപനവും ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിലായ കേരളത്തിന് അർഹമായ വിഹിതം ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് ധനകാര്യ വകുപ്പിന്റെയും സർക്കാരിന്റെയും പ്രതീക്ഷ. 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ്, വിഴിഞ്ഞം തുറമുഖത്തിനായി 5,000 കോടിയുടെ പ്രത്യേക മൂലധന നിക്ഷേപം എന്നിവ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് വയനാട് തുരങ്കപാതയ്ക്ക് 5,000 കോടിയുടെ സഹായം, വായ്പ എടുക്കാനുള്ള പരിധി ഉയർത്തുക, കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പ സംസ്ഥാനത്തിന്റെ വായ്പയായി മുൻകാല പ്രാബല്യത്തോടെ ഉൾപ്പെടുത്തിയത് ഒഴിവാക്കുക എന്നിവയിൽ അനുകൂല സമീപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ദേശീയപാത വികസനത്തിനായി ചെലവഴിച്ച 6,000 കോടി രൂപ ഈ വർഷം കടമെടുക്കാൻ അനുവദിക്കണം. കേന്ദ്രത്തിൽ നിന്ന് നൽകുന്ന നികുതി വിഹിതം ഉയർത്തുക, ബ്രാൻഡിംഗിൽ മാർഗനിർദ്ദേശങ്ങൾ നിർബന്ധമാക്കരുത് തുടങ്ങിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങളും സംസ്ഥാനം ഉന്നയിച്ചിട്ടുണ്ട്. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയെ ഉയർത്താൻ കേന്ദ്ര സഹായം വേണം. ഗതാഗതം, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, തീരശോഷണം, മനുഷ്യ വന്യമൃഗ സംഘർഷം, പ്രളയ ദുരന്ത നിവാരണം എന്നിവയിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് സംസ്ഥാനത്തിന് സ്വയംഭരണാധികാരം നൽകണം. പദ്ധതികൾക്കുള്ള കേന്ദ്രവിഹിതം 60% നിന്ന് 75% GSDPയുടെ 3.5% കടമെടുക്കാൻ അനുവദിക്കണം. ഇതിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ കേന്ദ്രം അനുകൂല തീരുമാനമെടുക്കുമെന്നാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്. 24 തിരുവനന്തപുരം.